നമ്മള് തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത്. നമ്മൾ കൊടുക്കുവോ? കൊടുക്കൂല. വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നതെന്നുള്ളൊരു ചിന്ത അവർക്കപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ടോണസ് ഇവൻസ് വന്നപ്പോൾ അവർക്കത് എന്തൊരു ആവേശത്തിലാണ് ആ പറഞ്ഞല്ലേ. നമ്മൾ തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല, പിന്നെയാണ് ഇന്ത്യ ചോദിച്ചുമ്പോൾ കൊടുക്കുക. നമ്മൾ കൊടുക്കുവോ? കൊടുക്കൂല. ഇതാരാ പറഞ്ഞത്? പ്രശസ്ത നടി നിമിഷ സജയൻ അല്ലേ. അപ്പോൾ സുരേഷ് ഗോപി സാറ് തൃശ്ശൂർ തോറ്റ സമയത്ത് നമുക്കറിയാം, അതിൻ്റെ മുന്നേയുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശ്ശൂരിൽ വോട്ട് ചോദിക്കാൻ ചെന്ന സമയത്ത് നിങ്ങൾ ഈ തൃശ്ശൂർ എനിക്ക് തരണം, ഈ തൃശ്ശൂർ ഞങ്ങൾ നിങ്ങൾ എടുക്കുക എന്നൊക്കെ പറഞ്ഞ 5 ഡയലോഗിനെ ട്രോളിക്കൊണ്ട് നിമിഷ സജയൻ എന്ന് മാത്രമല്ല മറ്റുള്ള പാർട്ടി വിരോധികളായിട്ടുള്ള ആളുകളൊക്കെ വലിയ രീതിയിലുള്ള ട്രോളുകൾ, അദ്ദേഹത്തിന് പിന്നെ നിരന്തരം ട്രോളുകൾ കിട്ടുന്നൊരു മനുഷ്യനാണ് പുള്ളിക്കാരൻ. അതൊന്നും മൈൻഡ് ചെയ്യാതെ തൻ്റെ നല്ല പ്രവർത്തികൾ കൊണ്ട് മാത്രം എന്താ പറയുക മുന്നോട്ട് പോയി എന്നുള്ളതാണ്, ഇടം വലം നോക്കാതെ. അപ്പോൾ അത് തൃശ്ശൂരിൻ്റെ മണ്ണ് പൊന്നാക്കി മാറ്റി എന്നുള്ളതാണ് സുരേഷ് ഗോപി സാറ്. അതിൻ്റെ ഒരു റിസൾട്ടാണ് സുരേഷ് ഗോപി സാറിന് ഇപ്പോൾ 70,000-ന് മുകളിൽ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എന്ത് തോന്നി, ഇപ്പോൾ എന്തായി? പവനായി, ശവമായി. ഇതിലെനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ നിമിഷ സജയൻ പറഞ്ഞതിന് ചെറിയൊരു മറുപടിയായിട്ട് ഇപ്പോൾ ആര് വന്നിട്ടുണ്ട്? നമ്മുടെ ഗോകുൽ സുരേഷ് വന്നിട്ടുണ്ട്, സുരേഷ് ഗോപി സാറിൻ്റെ മകൻ. അപ്പോൾ അത് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി വിഷയങ്ങളിലേക്ക് കടക്കാം. അദ്ദേഹം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് ഇപ്പോൾ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ്. ഏതായാലും അത് മാത്രമല്ല, എനിക്ക് നിമിഷ സജയന് ഇങ്ങനെ എന്താ പറയുക ഈ ഡയലോഗ് അടിച്ച ശേഷം ഒരുപാട് എന്താ പറയുക പോസിറ്റീവ്നെസ് ആയിരിക്കും അപ്പോൾ. കാരണം സുരേഷ് ഗോപി അത്രയും നല്ല രീതിയിലാണല്ലോ പുള്ളിക്കാരത്തി ഒന്ന് പരിഹസിച്ച് വിട്ടത്. പക്ഷേ ജയിച്ച ശേഷം നിമിഷ സജയന് വന്നിട്ടുള്ളത് പൊങ്കാലൊന്നും ചില്ലറല്ല. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ശേഷം പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഗോകുൽ സുരേഷ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കേൾപ്പിച്ചു. വർഷമില്ല ആക്ട്രസ് അത് പറഞ്ഞതിന് ശേഷം. അത് പറയുമ്പോൾ ആക്ട്രസിന് സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നതെന്നുള്ളൊരു ചിന്ത അവർക്കപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ടോണസ് ഇവൻസ് വന്നപ്പോൾ അവർക്കതൊരു തിരിച്ചടിയായി മാറി കാണാം. പക്ഷേ അതൊന്നും നമ്മൾ ഇതൊന്നും അല്ല നമ്മുടെ ഡെയിലി ഫീഡിങ് മെറ്റീരിയൽ. അപ്പോൾ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ. അന്നവരത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ. അപ്പോൾ നിമിഷ സജയൻ ശരിക്ക് ഏറെ കയറി കിടക്കുകയാണ് ഇപ്പോൾ അല്ലേ. സുരേഷ് ഗോപി സാറിൻ്റെ മോൻ വരെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കേട്ടു. അപ്പോൾ അതാണ് പറയുന്നത്. ഇത് മാത്രമല്ല, ഇവിടെ കൊണ്ട് തീരുന്നില്ല. നിമിഷ സജയൻ ഇപ്പോൾ വലിയ രീതിയിലുള്ള പൊങ്കാല വന്നുകൊണ്ടിരിക്കുകയാണ്. മനോരമ അടക്കം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് കാര്യം അല്ലേ, ആവശ്യമില്ലാണ്ട് ഓരോ ഡയലോഗ് അടിക്കാൻ പോവുക. അതായത് ഇന്നത്തെ കുപ്പയിലെ മാണിക്യം നാളെ വലിയ രീതിയിലേക്ക് എത്തൂല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ട്രോളുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരാളെ കുറ്റം പറയുമ്പോൾ നാളെ അതിലും മേലെ വലിയ രീതിയിലുള്ള പൊങ്കാല നമുക്ക് കിട്ടും എന്നുള്ളത് കൂടിയൊക്കെ ഒന്ന് ഓർക്കുക. ഇതിപ്പം ഒരിക്കലും ഞാനൊരു പാർട്ടിയുടെ ആളായിട്ടൊന്നും പറയല്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹിയെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം എന്താ പറയുക, അദ്ദേഹത്തിന് ഇപ്പോൾ ഈ വോട്ടുകൾ കിട്ടിയത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും പിന്നെ ഇത് തൃശ്ശൂർക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം നോക്കിയിട്ടാവില്ല, വ്യക്തി നോക്കിയിട്ട് തന്നെയാണ്. സുരേഷ് ഗോപി അല്ലാത്ത ഒരാളാണ് BJPക്ക് വേണ്ടി അവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ജയിക്കില്ല. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം സുരേഷ് ഗോപി സാറിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഒരു താരചാട പോലും കാണിക്കാതെ അദ്ദേഹം സാധാരണക്കാരെ നെഞ്ചോട് ചേർത്തതിനുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഈ വലിയൊരു ഭൂരിപക്ഷം. ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് എനിക്ക് നിയമസഭയ്ക്ക് BJPക്ക് ഒരു സീറ്റ് കേരളത്തിൽ നിന്ന് കിട്ടുന്നെന്ന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് സുരേഷ് ഗോപി സാർ ഉള്ളത് കൊണ്ടാണ് അത് ലഭിച്ചതെന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളെ വോട്ട് ചെയ്തത് കൊണ്ട് എന്തായാലും സുരേഷ് ഗോപി സാർ ആ തൃശ്ശൂരിൻ്റെ മണ്ണ് എന്താ പറയുക ഈ ജയിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ജയിച്ച ശേഷവും വലിയ രീതിയിലുള്ളൊരു പ്രവർത്തികൾ തന്നെ ആകും അദ്ദേഹം ചെയ്യുക എന്നുള്ളത് തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ റിസൾട്ട് വന്ന് വിജയിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഏതായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാതെ മാത്രമല്ല, ഡൽഹിയിലേക്ക് അദ്ദേഹം ഇന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി സത്യപ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ ആവും. പലരും പറയുന്നുണ്ട് അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആവും എന്നുള്ളത്. കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അതുമാത്രമല്ല നിമിഷ സജയന് ഇപ്പോൾ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ, പൊങ്കാല വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. കമൻറ്റുകൾ അജാതി കമൻറ്റുകൾ വന്നിട്ടുള്ളത് കേട്ടോ. അത് മനോരമ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മനോരമ റിപ്പോർട്ട് ചെയ്തത് ഞാനൊന്ന് വായിക്കാം. അതൊരു ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ നടി നിമിഷ സജയനെതിരെ
സൈബർ ആക്രമണം. താരത്തിൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജിലൂടെയാണ് വ്യാപക രീതിയിൽ സംഘപരിവാർ അണികളുടെ സൈബർ ആക്രമണം. നേരത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൊച്ചിയിൽ നടന്ന ജനാവലി റാലിയുടെ ഭാഗമായി നിമിഷ സജയൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ പൗരത്വ റാലിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്ത സമയത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളതാണ് കേട്ടോ. ആ റാലിയിൽ നിമിഷ സജയൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും കുത്തിപ്പൊക്കിയാണ് സംഘപരിവാർ അണികളുടെ വിമർശനം. തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല, ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത്. നമ്മൾ കൊടുക്കുവോ? കൊടുക്കൂല. അതാണ് നിമിഷ സജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊടുക്കാത്തതിന് നന്ദി പറയുന്നുണ്ട്. ചേച്ചിയുടെ തൃശ്ശൂർ ഗോപിയേട്ടന് സ്വന്തം. എത്ര താഴിട്ട് പൂട്ടിയാലും കമ്മികളുടെ കയ്യടികൾക്ക് വേണ്ടി സുരേഷ് ഏട്ടനെ എത്ര അപമാനിക്കാൻ ശ്രമിച്ചാലും സത്യം മനസ്സിലാക്കിയ ജനങ്ങൾ അദ്ദേഹത്തിന് തൃശ്ശൂർ നൽകിയടി കമ്മിനി. എന്തൊക്കെയൊരു ഭാഷയാണ്. ചേച്ചി കണ്ടം വഴി ഓടിയെന്നാണ് കേട്ടത്. ഇനി ആ ഓടിയ വഴിയിൽ പുല്ല് മുളക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചേച്ചിയെ നമ്മൾ തൃശ്ശൂർ എടുത്തു, ഇന്ത്യയും എടുത്തു. നിൻ്റെയൊക്കെ സമയം ആവുന്നേ ഉള്ളൂ. കള്ള ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കടയാടി മോളെ. ഓ നീ പോടി. ഇപ്പോൾ എങ്ങനെ ഉണ്ട് മോളെ? അത് എടുത്ത് ഏട്ടൻ പവർ. ഇതുപോലത്തെ ഞാൻ കുറച്ച് കമൻറ്റുകളൊന്ന് ജസ്റ്റ് വായിച്ചതാണ്. ഇങ്ങനെ ഒരുപാട് കമൻറ്റുകളൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിമിഷ സജയന് നേരെ വൻ പൊങ്കാലയാണ്. പുള്ളിക്കാരത്തിൻ്റെ അപ്പോൾ അത് പറഞ്ഞ് കുടുങ്ങിപ്പോയിട്ടുണ്ടാവും. സുരേഷ് ഗോപിനെ അത്രയൊന്നും എന്താ പറയുക, താത്തി കെട്ടുന്ന രീതിയിലായിരുന്നു പുള്ളിക്കാരത്തിൻ്റെ ഒരു പ്രസൻസ്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ, ഇപ്പോൾ ഓരൊക്കെ സിനിമാ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാകുമ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ചിലപ്പോൾ നിമിഷ സജയന് മറ്റൊരു പാർട്ടി ഉണ്ടാവാണ്ടിരിക്കാം. എങ്കിലും ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ സുരേഷ് ഗോപി ഒരു സീനിയറാണ്, അതിനൊക്കെ ഒന്ന് മാനിക്കാമായിരുന്നു. രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തി വൈരാഗ്യം വെച്ചിട്ടാണോ ഇങ്ങനെ പറഞ്ഞത് നമുക്കറിയില്ല. എന്തായാലും അതിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് സുരേഷ് ഗോപി ജയിച്ച ശേഷം നിമിഷ സജയനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അതുവരെ ബൈ.